ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളി സ്പൈസി ആയിട്ടുള്ളൊരു സ്പൈസിയാണ്, എന്നാൽ കൂടുതൽ സ്പൈസി അല്ലാത്ത രീതിയിലുള്ളൊരു അടിപൊളി മക്രോണീൻ്റെ റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നമ്മൾ ചാനൽ പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് കൂടി സപ്പോർട്ടും ചെയ്യണേ. അതിനായിട്ട് ഞാൻ ചിക്കന് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ട് സുറുക്കി ഒഴിച്ച് നന്നായിട്ട് മസാല വെച്ചിട്ടോ. സുറുക്കി ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ വേറെ മുളകും പൊടി ഒന്നും ആഡ് ചെയ്യുന്നില്ല, കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കാരണം ചിക്കനിൽ തന്നെ അത്യാവശ്യത്തിന് മുളക് ഉണ്ട്, അതുകൊണ്ട് നല്ല സ്പൈസി ആയിരിക്കും. അതുകൊണ്ടിട്ട് എല്ലാവരും എരിവ് ഇടുമ്പോൾ അവനവൻ്റെ ആവശ്യത്തിനനുസരിച്ച് എരിവ് ഇട്ട് കൊടുക്കാൻ ശ്രമിക്കണം. ഇതിനായിട്ട് ഞാൻ ഇവിടെ 3 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 3 തക്കാളി എടുത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷമാണ് നമുക്ക് ഇതിലോട്ട് 2 മാഗി ക്യൂബ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മാഗി ക്യൂബ് ചേർക്കുന്നത് കൊണ്ടിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് പിന്നെ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അതിലോട്ട് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി കുറച്ച് അധികം ഇട്ട് കൊടുക്കുക. ഗരം മസാല ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം എന്താ പറയുക, പുതിന നമുക്ക് ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം ലേശം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചിക്കന് പൊരിച്ചത് അതിലോട്ട് ഇട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ മക്രോണിയൊക്കെ അതിലോട്ട് ഇട്ടുകൊണ്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലോട്ട് നമുക്ക് ക്യാപ്സിക്കം അതുപോലെ തന്നെ കുറച്ച് മല്ലിച്ചപ്പില്ലേ, അതും കൂടി അരിഞ്ഞാണ്ട് നന്നായിട്ട് ഇട്ട് കൊടുക്കുക. ക്യാപ്സിക്കം ഏത് കളറായാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റാണല്ലോ ക്യാപ്സിക്കം ഇട്ടാൽ. ഇങ്ങനെ ചിക്കനും മക്രോണിയും ക്യാപ്സിക്കം എടുത്തൊക്കെ ഇങ്ങനെ കടിച്ചതൊന്നും അടിപൊളി ടേസ്റ്റാണ്. അപ്പം നമ്മൾ മക്രോണിയൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണം കേട്ടോ.